Hello everyone, welcome to EduFlix Net Coaching. ഇന്നത്തെ വീഡിയോയിൽ NTA UGC നെറ്റ് പേപ്പർ 2 കൊമേഴ്സിൻ്റെ 4th യൂണിറ്റ് ആയ ബിസിനസ് ഫിനാൻസിൽ നിന്നും സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ആദ്യമായി എന്താണ് ഫിനാൻസ് എന്ന് നമുക്ക് നോക്കാം. ഫിനാൻസ് മീൻസ് ഫണ്ട്. ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. ഫിനാൻസ് എല്ലാ ബിസിനസ്സിനും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻസിനെ ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ പ്രൊമോഷൻ മുതൽ ലിക്വിഡേഷൻ വരെ ഫണ്ടിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അടുത്തതായി ബിസിനസ് ഫിനാൻസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ അഫയേഴ്സിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് വിളിച്ചത്. ഈ ഫിനാൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസിങ് എന്ന് വിളിക്കുന്നത്. ഓരോ ഓർഗനൈസേഷൻ്റെയും ഫിനാൻഷ്യൽ നീഡ് അത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫിനാൻഷ്യൽ നീഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്നും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്നും. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ കമ്പനിയിൽ യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തതായി പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീൻസ് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് സൺട്രി എക്സ്പെൻസസ് ലൈക്ക് ക്ലീനിങ് ചാർജസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ചെറിയ ചെറിയ സ്റ്റേഷനറി പർച്ചേസസ്, ഇവയെല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൽ ഉൾപ്പെടുന്നു. ദെൻ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ്. സോഴ്സസ് ഓഫ് ഫണ്ട്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പീരിയോഡിക് ബേസ് എന്നും ഓണർഷിപ്പ് ബേസിസ് എന്നും അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ജനറേഷൻ ബേസിസ് എന്നും. പീരിയോഡിക് ബേസിസ് മീൻസ് ടൈം പീരീഡ് വെച്ച് മൂന്നായിട്ട് സോഴ്സസ് ഓഫ് ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്, മീഡിയം ടേം സോഴ്സസ് ഓഫ് ഫണ്ട് ആൻഡ് ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആണ്. അത് 5 വർഷമോ അതിൽ കൂടുതലോ ആകാം. നോർമലി 5 to 10 years, 10 to 15 years ഇങ്ങനെ പോകും. അത് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ടൈപ്പ് ഓഫ് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തതായി പറയുന്നത് മീഡിയം ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്. മീഡിയം ടേം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ 1 to 5 year റിക്വയർമെൻറ്റ് വരുന്നതിനെയാണ് മീഡിയം ടേം ഫണ്ട് എന്ന് വിളിക്കുന്നത്. ദെൻ വരുന്നത് ഷോർട്ട് ടേം റിക്വയർമെൻ്റ് ആണ്. ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ 1 വർഷത്തിൽ താഴെ ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരുന്നത്. അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ആയിരിക്കും. ചെറിയ ചെറിയ പീരീഡിലേക്ക് വേണ്ടി ഉള്ള എമൗണ്ട് റേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അടുത്തതായി വരുന്നത് ഓണർഷിപ്പ് ബേസിസ് ആണ്. ഓണർഷിപ്പ് ബേസിസിൽ സോഴ്സ് ഓഫ് ഫണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓണേഴ്സ് ഫണ്ട് എന്നും ബോറോഡ് ഫണ്ട് എന്നും. ഓണേഴ്സ് ഫണ്ട് മീൻസ് ബിസിനസ്സിൻ്റെ ഓണേഴ്സിൽ നിന്നും കിട്ടുന്ന ഫണ്ടാണ്. അത് ബിസിനസ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മറ്റ് ഓണേഴ്സിൽ നിന്നോ കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഓണേഴ്സ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അതുമല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതൊക്കെ ഓണേഴ്സ് ഫണ്ടിനകത്ത് വരും. ദെൻ സെക്കൻഡ് വൺ ഈസ് ബോറോഡ് ഫണ്ട്. ബോറോഡ് ഫണ്ട് മീൻസ് ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആൾക്കാരിൽ നിന്നും കടം വാങ്ങുന്ന എമൗണ്ട് ആണ് ബോറോഡ് ഫണ്ട് വരുന്നത്. ഉദാഹരണത്തിന് ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ തേർഡ് വൺ ഈസ് സോഴ്സസ് ഓഫ് ജനറേഷൻ ബേസിസ്. ഇൻറ്റേർണൽ സോഴ്സിൽ നിന്നും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ സോഴ്സിൽ നിന്നും
ബിസിനസ്സിന് ഫിനാൻസ് റേസ് ചെയ്യാം. ഇൻറ്റേർണൽ സോഴ്സ് മീൻസ് ബിസിനസ്സിന് ഉള്ളിൽ നിന്ന് തന്നെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഈ വർഷത്തെ പ്രോഫിറ്റ് അടുത്ത വർഷത്തെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുത്തുന്നതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. എക്സ്റ്റേണൽ സോഴ്സ് മീൻസ് നമ്മൾ ഓർഗനൈസേഷന് പുറത്ത് നിന്നുള്ളവരിൽ നിന്നും എമൗണ്ട് റേസ് ചെയ്യുന്നു. അതിൽ പുറത്തുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നമ്മൾ ലോൺ എടുക്കുന്നതാകാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാകാം. അടുത്തതായി സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് നോക്കാം. റീറ്റെയിൻഡ് ഏർണിങ്സ്, ട്രേഡ് ക്രെഡിറ്റ്സ്, ഫാക്ടറിങ്, ലീസ് ഫിനാൻസിങ്, ഇഷ്യൂ ഓഫ് ഷെയർസ് തന്നെ ഇക്വിറ്റി ഷെയർസുമുണ്ട്, പ്രിഫറൻസ് ഷെയർസുമുണ്ട്. ദെൻ പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഡിബഞ്ചർ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് മീൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, അതിൽ നിന്നും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള എമൗണ്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിളിക്കുന്നത്. ഇവ ഒരു ഒബ്ജക്റ്റീവിന്, ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നീക്കി വെക്കുന്നത്. അത് ഭാവിയിൽ ഏതെങ്കിലും ഒരു ഡെറ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പം ഓർഗനൈസേഷൻ അതിൻ്റെ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് മലയാളത്തിൽ പറയുന്നത് നീക്കിയിരുപ്പ് സമ്പാദ്യം എന്നാണ്. അടുത്തതായി വരുന്നത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് മീൻസ് ഓർഗനൈസേഷൻ അതിൻ്റെ സപ്ലയേഴ്സിൽ നിന്നും എമൗണ്ട് കൊടുക്കാതെ മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ക്രെഡിറ്റിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഈ എമൗണ്ട് കുറച്ച് നാളത്തേക്ക് ഈ ഒരു എമൗണ്ടിൻ്റെ ആവശ്യം, അതായത് ആ ഒരു പർച്ചേസിങ് ടൈമിൽ ഈ ഒരു എമൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല, പിന്നീട് കൊടുത്താൽ മതി എന്നുള്ളൊരു വ്യവസ്ഥയിലായിരിക്കും ട്രേഡ് ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നത്. അടുത്തതായി വരുന്നത് ഫാക്ടറിങ് ആണ്. ഫാക്ടറിങ് മീൻസ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിന് നമ്മൾ ഫാക്ടർ എന്ന് വിളിക്കും. ഇവർ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് റിസീവബിൾസ് അല്ലെങ്കിൽ ഇൻവോയ്സ്, അതും അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ് വാങ്ങിയിട്ട് അതിന് ഒരു എമൗണ്ട് ഓർഗനൈസേഷന് കൊടുക്കുന്നു. ഈ കൊടുക്കുമ്പം ഒരു ഡിസ്കൗണ്ടിനാണ് ആർക്ക്, ഫാക്ടറിന് ഓർഗനൈസേഷൻ കൊടുക്കുന്നത്. ഇപ്പം 1,00,000 രൂപയുടെ ഒരു ബിൽസ് റിസീവബിൾ ആണെങ്കിൽ അതിന് 80,000 രൂപയെ ഓർഗനൈസേഷൻ വാങ്ങുന്നുള്ളൂ. ബാക്കി 20,000 രൂപ അവർക്ക് കമ്മീഷനാണ്. ഈ കമ്മീഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഓർഗനൈസേഷന് കിട്ടുന്നത്. ഈ ഒരു 20,000 പോയാലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ ഫാക്ടറിങ്ങിലൂടെ ഓർഗനൈസേഷന് സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ് മീൻസ് ഓർഗനൈസേഷൻ അതിൻ്റെ അസറ്റ്സിനെ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടോ ഷോർട്ട് ടേം വേണ്ടിയിട്ടോ ഫിനാൻസ് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അസറ്റ് മറ്റൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു, റെൻറ്റിന് കൊടുക്കുന്നു. ഇവിടെ രണ്ട് പാർട്ടീസാണ് വരുന്നത്, ലെസ്സറും ലെസ്സിയും. ലെസ്സർ മീൻസ് ഓർഗനൈസേഷൻ്റെ അസറ്റ് കൊടുക്കുന്നയാൾ. ലെസ്സി മീൻസ് ആരാണ് ഈ അസറ്റ് വാങ്ങിയിട്ട് റെൻറ്റ് കൊടുക്കുന്നത്, അയാളാണ് ലെസ്സി. ഇവിടെ ലെസ്സിക്ക് അസറ്റിന്മേൽ എല്ലാ അധികാരവുമുണ്ട്. ആ അസറ്റ് ആവശ്യത്തിന്, അതായത് ഇയാളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അതിനെ യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റാണ് ലീസിങ്ങിലൂടെ ലഭിക്കുന്നത്. അടുത്തതായി വരുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്. ഓർഗനൈസേഷന് അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് റേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പബ്ലിക് ഡെപ്പോസിറ്റിൽ ന്യൂസ് പേപ്പറിൽ ഓർഗനൈസേഷൻസ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കും, ഇങ്ങനെ ഫിനാൻസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. ഇതിൽ ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഓർഗനൈസേഷൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഡെപ്പോസിറ്റ്സ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ കമ്പനി ഒരു ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും.
ഇതിനെ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പീരീഡ് ഓഫ് ഡെപ്പോസിറ്റും ഒക്കെ ഓർഗനൈസേഷൻ എന്ത് രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഡീൽ ചെയ്യുന്നതെന്നും അതിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദെൻ അടുത്തൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അടുത്തതായി വരുന്ന ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ മീൻസ് ഓർഗനൈസേഷൻ്റെ ഷെയർസ് പബ്ലിക്കിൽ കൊടുത്തിട്ട് അതിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. അതിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നു. ഈ ഷെയർസ് വാങ്ങുന്ന ആൾക്കാർ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നോർമലി ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൽ ഇടപെടാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഷെയർസ് വാങ്ങുന്നതിലൂടെ ബിസിനസ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാവുകയും അവിടുത്തെ വോട്ടിംഗ് റൈറ്റും ഈ ഇക്വിറ്റി ഷെയർസിന് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ബിസിനസ്സിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഡിവിഡൻ്റാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർസിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ മറ്റ് ഡെറ്റ്സ് റീപേ ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് പേ ചെയ്യൂ. കാരണം ഇവർ ഓർഗനൈസേഷൻ്റെ ഓണേഴ്സിന് ഉൾപ്പെടുന്ന ആൾക്കാർ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു രീതിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തതായി വരുന്നത് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് മീൻസ് ഇതുപോലെ തന്നെ ഷെയർസ് വിറ്റ് പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സിന്. അതുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഡിവിഡൻഡ് ആദ്യം കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലിക്വിഡേഷൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഓർഗനൈസേഷൻ്റെ അസറ്റിന്മേലും ഒരു റൈറ്റ് ഉണ്ട്. ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് റീപേ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നാൽ അതിൻ്റെ അസറ്റ്സ് വിറ്റ് ഇവർക്ക് എമൗണ്ട് റീപേ ചെയ്യാനുള്ള ഒരു റൈറ്റുമുണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ദെൻ ഇവർക്ക് വോട്ടിംഗ് റൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ ഈസ് ഡിബഞ്ചർ. കമ്പനിയുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാതെ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയാണ് ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡിബഞ്ചർ വാങ്ങുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നുള്ളത്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ എത്ര എമൗണ്ടാണ് പബ്ലിക്കിൽ നിന്ന് കമ്പനി മേടിച്ചിരിക്കുന്നതെന്നും എത്ര പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണെന്നും എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതെന്നും ഒരു സർട്ടിഫിക്കറ്റിൽ അക്നോളജ് ചെയ്ത് അല്ലെങ്കിൽ എന്നുള്ളതും ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അതിന് നമ്മൾ ലോൺ സർട്ടിഫിക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ലോൺ സർട്ടിഫിക്കറ്റിനെയാണ് ഡിബഞ്ചർ എന്ന് വിളിക്കുന്നത്. അടുത്തതായി വരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മീൻസ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് ബിസിനസ്സിനും അതുപോലെ തന്നെ ലോൺസ് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്കും ഈ ഡെപ്പോസിറ്റ്സ് കൊടുക്കുന്നു. ഇതിൽ നിന്നും ബാങ്കിന് ബിസിനസ് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഈ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നു. ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലോൺ ആവശ്യമായിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അപ്പം ഓർഗനൈസേഷൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും റേസ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തതായി വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മീൻസ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെ തന്നെ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫണ്ട് ആവശ്യമുള്ളവർക്ക് ലോൺസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി
മോർഗേജ് ലോൺ അതുപോലെ തന്നെ ബിസിനസ് ലോൺസ് ഒക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്നത്. ഷോർട്ട് ടേം ലോൺസ് ആണ് കൂടുതലായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.